ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളി ഫ്രം ഇന്ത്യ, ഡിജോ ജോസ്, സാറ്റണി, നിവിൻ പോളി, മാജിക് ഫ്രൈ, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രസാൻസ്. മലയാളി ഫ്രം ഇന്ത്യ. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ പടമല്ല മോനെ ഇത്. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ പടമല്ല. നിവിൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്ക് കാണിക്കുന്ന പടമല്ല. ഇത് വേറൊരു സാധനമാണ്. ഇത് ഡിജോ ജോസ് ആന്റണിയുടെ പടമാണ്. നമ്മുടെ ജനഗണമനയൊക്കെ ചെയ്ത നമ്മുടെ ഡിജോ ജോസ് ആന്റണിയുടെ പടം. ടീസർ എന്തേലും കണ്ട് തരിച്ച് നാളെ പടമാണ്. അപ്പൊ അതെന്തായാലും നമുക്കൊന്ന് അതിനെ കുറിച്ചൊരു ഒപ്പീനിയൻ നമ്മൾ പറയണ്ട. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ടീസറിനെ കുറിച്ച്. മുത്തപ്പന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെയാ അവന്റെ പോക്ക് ശരിയല്ല. മുത്തപ്പൻ പറഞ്ഞതല്ലേ മലബാറിലാണ് പടം നടക്കുന്നത്. മുത്തപ്പൻ ഒന്നുള്ളത് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവാണ് അവൻ. പുറത്തു കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, സൂക്ഷിക്കണം. കുരുത്തം കെട്ടവനാ. ഒരുപാട് പഞ്ച് ഡയലോഗ്സുകൾ കാണുന്നുണ്ട്. മഞ്ജു പിള്ളയാണ് അമ്മയുടെ റോൾ ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ ഒന്നും കാണിക്കുന്നില്ല. സലികുമാറിനെ കാണിക്കുന്നുണ്ട്. അനശ്വരാജനുണ്ട്, ഷൈൻ ടോൺ ചാക്കി ഉണ്ട്. ഒരു വലിയൊരു ക്രൂ ഉണ്ട് കേട്ടോ. താരനിര വലിയൊരു ക്രൂ ആണ്. പടം സ്ട്രഗ്ലിങ് സർവൈവലാണ്. ആള് നാട്ടിൻപുറത്ത് ഇങ്ങനെയൊക്കെ ഇടന്ന് പ്രശ്നത്തിൽ പെട്ടിട്ട് നോർത്തിലൊക്കെ പോകുന്നുണ്ട്. ഒരു ബോംബ് ബ്ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പോലീസ് അതിന്റെ ഇടയിലൊക്കെ പെട്ടിട്ട് ആള് സർവൈവൽ ഇത് തിരിച്ചു വരുന്നതാണ് പടം. നോർത്ത് ഇന്ത്യ കാണിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. 2 ലുക്ക് വരുന്നുണ്ട്. അപ്പോ പടം വേറെ സാധനമാണ്. നമ്മള് മറ്റേ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് കണ്ട സമയത്ത് ഫസ്റ്റ് ടീച്ചർ ഇത് ട്രെയിലർ ആവില്ല. അപ്പൊ അതിന് ടീച്ചർ വന്നിട്ടുണ്ടാവും. അതിൽ ഇവന്റെ കോമഡി ഫിലിമാണ്. ഞാൻ 100% വിശ്വസിച്ചു. ഇതൊരു 100% കോമഡി ഫിലിമാണെന്നാണ് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കാണിച്ചിരിക്കുന്നത്. പിന്നെ ജിമ്മിലാന്നൊക്കെ പറഞ്ഞ് തിന്നണതൊക്കെയുള്ള സീനുകളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇത് പടം വേറെ ലെവൽ സാധനമാണ്. ഇതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നു കുറച്ച് സമകാലിക പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന ചില വിഷയങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നല്ല പൊളിറ്റിക്സ് പറയുന്നുണ്ടോ. നമുക്ക് ജനഗണമന മൂവിയൊക്കെ അറിയാം. അവിടെ പറയാനുള്ള കാര്യങ്ങൾ മൂത്തുവയ്ക്ക് പറയും. പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ പ്രതികരിക്കടാന്ന് പറയുന്ന സീനുണ്ട്. ആ പടത്തിൽ ആദ്യത്തെ സീൻ തന്നെ പോയി പ്രതികരിക്കടാന്ന് പറയുന്നുണ്ട്. എൻ്റെ സംവിധായകൻ ജനഗണമന മൂവി കണ്ട ആൾക്കറിയാം. ക്ലാസ് എടുക്കുന്ന സീനിൽ കണ്ടിട്ട് ഒരു ഇൻസിഡന്റ് നടന്നിട്ട് പോയി പ്രതികരിക്കടാന്ന് പറയുന്നുണ്ട് കോളേജിൽ. അപ്പൊ അത്രയും പവർഫുൾ ആയ ഒരു ഡയറക്ടറാണ്. അപ്പൊ ആളെന്തോ മെയിൻ സാധനം ഈ പടത്തിൽ പറയാനുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സ് ആയാലും ഇപ്പോഴത്തെ സമകാലിക പ്രശ്നങ്ങളായാലും കലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം, തൊഴിലാളി ദിനത്തിന്റെ അന്നാണ് ഈ പടം റിലീസ് വരുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ പറയേണ്ടത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം അവിടുത്തെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ഫാമിലിയെ ബാധിക്കുന്ന, നമ്മുടെ നായകനായ നിവിൻ പോളിയെ ബാധിക്കുന്ന ഒരു ഫിലിം തന്നെയായിരിക്കും ഇത്. ശക്തമായ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഗംഭീര പടം തന്നെയായിരിക്കും. യാതൊരു സംശയമുണ്ടോ. ഭയങ്കര പ്രതീക്ഷയിലാണ്. നമ്മൾ മോർണിംഗ് ഷോ നാളെ പടം തൃശ്ശൂർ രാവിലെ 10 മണിക്ക് ഷോ ഇല്ലെന്ന് തോന്നുന്നു. എവിടെയാണോ നമ്മൾ തിയേറ്ററിൽ അവിടെ പോയിട്ട് രാവിലെ 10 മണിക്ക് പടം കാണും. അതുവരെ നമ്മൾ പിടിച്ചെന്നേ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നിവിൻ പോളി, ഡിജോ ജോസ് ആന്റണി വിത്ത് ക്രൂ. ധ്യാന്റെ അടുത്ത പടം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു പടം കൂടിയാണ്. വളരെയധികം പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ല, ഇതൊരു ഷുവർ ഹിറ്റ്. 2024 മെയ്യിൽ 100 കോടി പടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു പക്ഷേ ഈ പടാവാം. ഇനിവേ നമുക്ക് കാത്തിരിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തെടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ് ബൈ. കട്ട സപ്പോർട്ട്.